ഹായ് ഗായ്സ്, ഗ്ലിബ്രോ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരാൾ പുറത്തായി. ലാസ്റ്റ് 11 പേരാണുള്ളത്. 11 പേരിൽ നിന്ന് ഇത്തവണ ഒരു സിംഗിൾ എവിക്ഷൻ എന്തായാലും ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഒരു എവിക്ഷൻ ആയിരിക്കും നാളെ എന്തായാലും ഉണ്ടാകുക. നാളത്തെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് പുറത്തു പോകുന്നതെന്ന് നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വോട്ടിങ്ങിൻ്റെ കൃത്യമായ വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ടും ഈ ചാനൽ സന്ദർശിക്കാം. നിങ്ങൾക്ക് ഏതായാലും ഇന്ന് രാത്രി 7 മണിയോട് വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ 200% സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് ജിൻഡോ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1,60,780 എന്ന കൂറ്റൻ വോട്ട് നേടി ഒന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ജിൻഡോ. രണ്ടാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണ് ഉള്ളത്. അഭിഷേക് ശ്രീകുമാർ സിബിൻ പുറത്തു പോയതിൻ്റെ തക്കത്തിൽ രണ്ടാം പൊസിഷൻ കയറി വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമുണ്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ ഭാഗത്ത് നിന്ന്. 1,20,987 വോട്ട് നേടി രണ്ടാം പൊസിഷനിൽ 100% സേഫായി നിലകൊള്ളുകയാണ്. മൂന്നാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമാണ് ജാസ്മിൻ കയറി വന്നിരിക്കുന്നതാണ്. മറ്റൊരു അട്ടിമറി സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. ഇപ്പോൾ 1,18,960 വോട്ട് നേടി മൂന്നാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ജാസ്മിൻ. നാലാം പൊസിഷനിൽ അർജുനാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ മൂന്നാം പൊസിഷനിലായിരുന്ന അർജുൻ ഇപ്പോൾ നാലാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജാസ്മിനായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ പുറകിലേക്ക് പോയിരിക്കുന്നത്. 1,18,225 വോട്ട് നേടി അർജുൻ 100% സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. അഞ്ചാം പൊസിഷനിലേക്ക് സായി കടന്നു വന്നതാണ് മറ്റൊരു അട്ടിമറി. 1,06,700 എന്ന നല്ലൊരു വോട്ട് നേടി സായി ഡേഞ്ചറിൽ നിന്ന് സേഫ് സോണിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 5-ാം പൊസിഷനാണുള്ളത്. 6-ാം പൊസിഷനിൽ സിബിനാണുള്ളത്. സിബിൻ പുറത്തു പോയിട്ടും ചിലരൊക്കെ ഇപ്പോഴും സിബിന് വോട്ട് ചെയ്യുന്നുണ്ട്. 1,06,567 വോട്ട് നേടി 6-ാം പൊസിഷനിലാണ് ഇപ്പോൾ സിബിനുള്ളത്. 7-ാം പൊസിഷനിൽ അപ്സരയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലെ യാതൊരു മാറ്റമില്ലാണ്ട് ഒരു സ്റ്റഡി വോട്ടിങ്ങിലൂടെ മുമ്പോട്ട് പോകുന്ന അപ്സര ഇപ്പോൾ സേഫാണ്. 96,550 വോട്ട് നേടി 7-ാം പൊസിഷനിൽ സേഫായി തന്നെ തുടരുന്നു. 8-ാം പൊസിഷനിൽ നമ്മുടെ അൻസിബയാണ്. അൻസിബയും ഇപ്പോൾ 100% സേഫാണെന്ന് പറയാം. നേരത്തെ നോറയുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചെങ്കിലും ഇപ്പോൾ ബഹുദൂരം മുന്നിലേക്ക് പോയി. നോറയേക്കാൾ 86,400 വോട്ട് നേടി 8-ാം പൊസിഷനിലാണുള്ളത്. 9-ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറയും ഏകദേശം സേഫ് ആണെന്ന് പറയാം. പക്ഷേ ഒരു ഡേഞ്ചർ സോണിലാണ്. കാരണം ഇനി വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 82,340 വോട്ട് നേടി 9-ാം പൊസിഷനിലാണ് നോറ നിലകൊള്ളുന്നത്. 10-ാം പൊസിഷനുള്ള അഭിഷേക് ജയദേവാണ്. അഭിഷേക് ജയദേവിന് വോട്ടിംഗ് വളരെ കുറവാണ്. ഡേഞ്ചർ സോണിലാണ്. അഭിഷേക് ജയദേവിൻ്റെ കാര്യം വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് ആണ് നിർണ്ണയിക്കുക. ഇപ്പോൾ 80,750 വോട്ട് നേടി 10-ാം പൊസിഷനിലാണ് ഉള്ളത്. ഡേഞ്ചറാണെന്നും പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണെന്നും കൂടെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അഭിഷേക് ജയദേവിനെ. 11-ാം പൊസിഷനിൽ ഇപ്പോൾ നന്ദനയാണുള്ളത്. ഒരു ഘട്ടത്തിൽ വളരെ പിന്നിലായിരുന്ന നന്ദന കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി. ഇപ്പോൾ അഭിഷേകുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നന്ദന. ഇപ്പോൾ 11-ാം പൊസിഷനാണ്. ഡേഞ്ചർ സോണിലാണ്. പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നന്ദന. 12-ാം പൊസിഷനിൽ റസ്മിനാണ്. റസ്മിനയ്ക്കും ഡേഞ്ചർ സോണാണ്. റസ്മിനെയും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് എല്ലാം റസ്മിന് വളരെ നിർണായകമാണ്. ഇപ്പോൾ 78,675 വോട്ട് നേടി 12-ാം പൊസിഷനാണ്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് നമുക്ക് നോക്കാം.